അങ്ങനെ അവസാനം കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു. അത് തൃശൂരിൽ ശക്തനായ സുരേഷ് ഗോപിയിലൂടെ താമര വിരിഞ്ഞു. വിരിഞ്ഞപ്പോ അതൊരു ഒന്നൊന്നര വിരിവായിരുന്നു. കാരണം 74,868 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മഹാമല്ലനായ VS സുനിൽകുമാറിനെയും അതിനേക്കാൾ വീരനായ ശ്രീ K മുരളീധരനെയും മലർത്തിയടിച്ചുകൊണ്ട് സുരേഷ് ഗോപി തൃശൂരിന്റെ രാഷ്ട്രീയ ഗോദായിൽ നിറഞ്ഞു നിൽക്കുകയാണ്. BJPക്ക് അഭിമാനിക്കാം, ആശ്വസിക്കാം. കാരണം കഠിന പ്രയത്നത്തിനുള്ള മാർക്ക്. ഒരു പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ നേരിട്ട് പ്രവേശിച്ചങ്ങ് പരീക്ഷ എഴുതുകയല്ല, 5 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം സർവ്വസന്നാഹത്തോടു കൂടിയും വന്ന് പരീക്ഷ എഴുതി ഉന്നത വിജയം നേടുന്ന ഒരു നല്ല വിദ്യാർത്ഥിയുടെ ഒരു മെയ്വഴക്കമാണ് ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ കാട്ടിയത്. അതേസമയം കടത്തനാടൻ അങ്കത്തട്ടിൽ നിന്നും ഓരോ സ്ഥലത്ത് ചേകവരായി പോയി അവിടെയൊക്കെ വിജയിക്കുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ട്രാക്ക് റെക്കോർഡുള്ള K മുരളീധരൻ അവിടുന്ന് വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് പറന്നിറങ്ങി തന്റെ സഹോദരി അവിടെ കാട്ടിയ ഒരു വിശ്വാസ വഞ്ചന കളം മാറി ചവിട്ടിയല്ലോ പത്മജ വേണുഗോപാൽ. അതിനെ ബാലൻസ് ചെയ്യാനായി അദ്ദേഹം സ്വയം കുരുതി കൊടുക്കുന്ന ഒരു അവസ്ഥയിലായി. വലിയ ആത്മവിശ്വാസം K മുരളീധരൻ പ്രകടിപ്പിച്ചുവെങ്കിലും പൂരം വോട്ടായി മാറുമോ എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനെല്ലാം എല്ലാ പ്രവചനങ്ങളെയും ഒരു പക്ഷേ അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയം പ്രവചിച്ച അനേക സർവേകളുണ്ട്, അനേക നിരീക്ഷണങ്ങളുണ്ട്. എന്റെ ഒരു നിരീക്ഷണം അത് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ആര് ജയിച്ചാലും 3 പേർക്കും ഒരേപോലെ വിജയ സാധ്യത ഉണ്ട് എന്ന് ഞാൻ കരുതിയ ഒരു മണ്ഡലമാണ് തൃശൂർ. അവിടെ VS സുനിൽകുമാറിന് പോലും വിജയസാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ മുരളീധരൻ 3ാം സ്ഥാനത്തായി എന്ന് പറയുമ്പോൾ വ്യക്തമായ മാർജിനിലാണ് ഇവിടെ വിജയം സാധിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്ക്. ഈ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ നിറക്കൂട്ടുകൾ എന്തെല്ലാമാണ്, ചേരുവകൾ എന്തെല്ലാമാണ്, എന്താണ് അതിന്റെ മാജിക് ഫോർമുല? അതിലൊന്ന് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ്. BJPക്കാർ അസ്വസ്ഥരാകരുത്. BJPയുടെ ജൈവികമായ വളർച്ച അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സുരേഷ് ഗോപിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല. തൃശൂർ സ്വാഭാവികമായും BJPക്ക് മേൽക്കൈയുള്ള ഒരു മണ്ഡലമല്ല. അവിടുത്തെ ഒരു സാമുദായിക സമവാക്യങ്ങളും അവിടുത്തെ രീതികളും ഒന്നും തന്നെ തിരുവനന്തപുരത്തേതുപോലെ BJPക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കടന്നു കയറാവുന്ന മേഖലകളല്ല. അവിടെ 22% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷം, ഏതാണ്ട് 10% വരുന്ന ഇസ്ലാമിക ന്യൂനപക്ഷം, ഇവരുടെയൊക്കെ വോട്ടുകൾ സ്വാംശീകരിക്കാൻ കൂടി കഴിഞ്ഞെങ്കിലേ, മുഴുവനല്ല എങ്കിലും ഒരു ഭാഗികമായിട്ടെങ്കിലും കൂടെ നിർത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ തൃശ്ശൂരെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാനാവൂ. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് പാട്ടും പാടി ജയിക്കാവുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ തൃശ്ശൂർ താൻ ലോക്സഭയിൽ പരാജയപ്പെട്ടു, നിയമസഭയിൽ പരാജയപ്പെട്ടു. തൃശ്ശൂർ ഉപേക്ഷിച്ച് പോകാതെ, പലരും ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരു മണ്ഡലത്തിൽ പരാജയപ്പെട്ടാൽ അത് ഉപേക്ഷിച്ചങ്ങ് പോവുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധി അമേധി ഉപേക്ഷിച്ച് പോയതുപോലെ ഉപേക്ഷിച്ച് പോകാതെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തനം, സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. ഒരു നല്ല മനുഷ്യസ്നേഹി എന്ന ഒരു പേര് കൂടി എടുത്തു. വളരെ അൺകൺവെൻഷനലാണ് സുരേഷ് ഗോപിയുടെ മെത്തേഡ്സ്, അല്ലെ? ഒരു സിനിമാ താരത്തിന് ചേർന്ന ഒരു ഭാവ വിന്യാസങ്ങളാണ്. അതേസമയം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന സുരേഷ് ഗോപി, ഹൃദയത്തിന്റെ അംഗീകാരം തൃശ്ശൂരെ ആളുകൾ കൊടുത്തിരിക്കുന്നു. അത് പാർട്ടി കൊണ്ടല്ല, പാർട്ടി വോട്ടായിരുന്നില്ല താമരചിഹ്നത്തിന് സുരേഷ് ഗോപിക്ക് വീണത്. പ്രാഥമികമായി സുരേഷ് ഗോപിയോടുള്ള ഗുഡ്വില് തന്നെയാണ്. രണ്ടാമത്തെ ഫാക്ടർ സ്ത്രീ ഹൃദയങ്ങളാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. വടകരയിലൊക്കെ ഉള്ള പോലത്തെ രാഷ്ട്രീയമല്ല. തൃശ്ശൂർ കുറച്ചുകൂടെ ലിബറൽ രാഷ്ട്രീയമാണ്. വ്യക്തമായ രാഷ്ട്രീയ ചിന്ത ഉണ്ടെങ്കിൽ പോലും സുരേഷ് ഗോപി രാഷ്ട്രീയത്തിന് അതീതമായി കാണപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് BJPക്കാരൻ എന്ന ഒരു രീതിയിലല്ല, മറിച്ച് അവിടെയും സ്ത്രീ വോട്ടർമാർ, ആ സ്ത്രീ വോട്ടർമാരെ ഒരുമിച്ച് കൂട്ടാൻ ശ്രീ നരേന്ദ്രമോദി മഹിളാ സംഗമം വെച്ചത് തൃശ്ശൂരാണ്. മഹിളകൾക്ക് വേണ്ടി മാത്രമായി അങ്ങനെ ഒരു മീറ്റിംഗ് സാധാരണ രാഷ്ട്രീയ കക്ഷികളോ നേതാക്കളോ നടത്താറില്ല. പക്ഷേ ശ്രീ നരേന്ദ്രമോദി മഹിള ഒരു സമ്മേളനം തൃശ്ശൂർ വിളിച്ചുകൂട്ടി. അത് വൻ വിജയമായി. അവിടുത്തെ ജനപങ്കാളിത്തം ഒരു സൂചനയായിരുന്നു. അങ്ങനെ സ്ത്രീ വോട്ടർമാർ പാർട്ടി ഭേദമന്യേ വലിയ തോതിൽ വോട്ട് ചെയ്തത് കൊണ്ട് കൂടിയാണ് ഈ മറ്റ് മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനും നല്ല മാർജിനിൽ പരാജയപ്പെടുത്താനും കഴിഞ്ഞത് എന്നതാണ് പ്രധാനം. പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന നേതൃത്വം കാര്യമായ ഇടപെടലൊന്നും നടത്തുന്നില്ല, നടത്തിയിട്ട് കാര്യവുമില്ല. കാരണം അവർ ദുർബലരാണ് എന്നൊരു ഫീലിംഗ് ആണുള്ളത്. സുരേഷ് ഗോപി റിപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ട് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനാണ്. ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമാണ് സുരേഷ് ഗോപി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള 2 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. അത് രാജീവ് ചന്ദ്രശേഖറും, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും. രാജീവ് ചന്ദ്രശേഖരൻ നല്ല മത്സരം കാഴ്ചവെച്ച് അവസാന റൗണ്ടുകൾ വരെ മുന്നിട്ട് നിന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ ഒരു ചെറിയ മാർജിനിൽ, 16,000-ൽ പരം മാർജിനിൽ
ശ്രീ ഡോക്ടർ ശശി തരൂരിനോട് പരാജയപ്പെടുന്നത്. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയം അങ്ങനല്ല. സുരേഷ് ഗോപിയുടെ വിജയം വളരെ ആധികാരികമാണ്. അതുകൊണ്ട് സംശയലേശമന്യേ ഈ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് വലുതായ റോളൊന്നും വഹിക്കാനില്ലായിരുന്നു. ഇത് കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടത്താൻ കാരണവസാനത്ത് നിന്നുകൊണ്ട് മുഖ്യ കാര്യദർശിയായി നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പൊ മോദിയുടെ മനസ്സിൽ ഒരു വളരെ വലിയ ഇടം. അപ്പൊ ജയിച്ചു വന്നാൽ ഉറപ്പായി കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അംഗത്വം, ഒരു പക്ഷേ ക്യാബിനറ്റ് പദവി, ആദ്യ സമയം MP ആകുന്ന ലോക്സഭയിൽ ആദ്യ ഊഴം എന്ന നിലയിൽ ഒരു പക്ഷേ ക്യാബിനറ്റ് പദവി കിട്ടിയില്ല എങ്കിൽ പോലും BJP വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മുഖം പക്കാ രാഷ്ട്രീയ മുഖമല്ല, ഒരു പരീക്ഷണം എന്ന നിലയിലാണ്. സുരേഷ് ഗോപി ഏതാനും വർഷം മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഇരിക്കുന്ന 10 വർഷത്തിന് മുൻപുള്ള കാലത്ത് ഗുജറാത്തിൽ ചെന്ന് നരേന്ദ്രമോദിയെ കാണുക, അതിനുള്ള ഇടനില നാളുകളുണ്ട്. അങ്ങനെ BJPയുടെ ഉന്നത നേതൃത്വവുമായി, സംസ്ഥാന നേതൃത്വത്തിന് പുറമെ അവരുമായി നേരിട്ടുള്ള ഉന്നത നേതാക്കളുമായുള്ള നേരിട്ടുള്ള ബന്ധം സുരേഷ് ഗോപിക്ക് വലിയ മുതൽക്കൂട്ടാവുകയാണ്. അപ്പൊ ഇവിടെ ആരുടെയും ദയാദാക്ഷിണ്യത്തിന് നിന്നു കൊടുക്കാതെ കേന്ദ്ര മന്ത്രിസഭയിൽ സംസ്ഥാന കോട്ടായിൽ നിന്നല്ല, മറിച്ച് ദേശീയ കോട്ടായിൽ നിന്ന് തന്നെ പ്രാതിനിധ്യം കിട്ടാൻ സാധ്യതയുള്ള ഒരാളായി സുരേഷ് ഗോപി മാറിയിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂര് നെഞ്ചിലേറ്റും, നെഞ്ചിൽ നിന്നും തലയിൽ വെക്കും, തിടം പേറ്റി നടത്തും എന്ന പ്രഖ്യാപനം നമ്മൾ എങ്ങനെയാണ് സുരേഷ് ഗോപി പ്രതിപക്ഷത്തിരിക്കും എന്നും പറയാം, അല്ലെങ്കിൽ രാജ്യസഭാ MP ആയിരിക്കും എന്നും പറയാം. അത് മത്സരിച്ച് ജയിക്കുന്നല്ലോ, അത് നിയമസഭാ സാമാജികർ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതല്ലേ. പക്ഷേ ഇവിടെ ജനങ്ങളുടെ നേരിട്ടുള്ള അംഗീകാരം നേടി ലോക്സഭയിൽ എത്തുന്ന സുരേഷ് ഗോപി എത്രത്തോളം തൃശ്ശൂരെ നെഞ്ചിലേറ്റുന്നതിനിടയിൽ അബദ്ധ പ്രസ്താവന വല്ലതും നടത്തി സ്വയം വില കളയുമോ? അല്ല എങ്കിൽ സുരേഷ് ഗോപിക്ക് പലപ്പോഴും ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സംസാരങ്ങളാണ്, നമുക്കറിയാം. അങ്ങനെയുള്ള സംസാരങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ കുത്തിയുള്ള ചോദ്യങ്ങൾ, ഇതിനോടെല്ലാം എത്രത്തോളം പക്വതയോടുകൂടി സുരേഷ് ഗോപി പ്രതികരിക്കും, വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ എത്രത്തോളം സുരേഷ് ഗോപിക്ക് കഴിയും, ഇതെല്ലാം ആകാംക്ഷയോടെ കേരള ജനത കാത്തു നിൽക്കുന്നു. സന്തോഷത്തോടു കൂടി കേരള ജനത, എനിക്ക് തോന്നുന്നത് ആരും സുരേഷ് ഗോപി കേന്ദ്രത്തിലേക്ക് പോകുന്നതിൽ, ഒരു താമര വിരിയുന്നതിൽ വലിയ ദുഃഖമുണ്ടാവും UDF LDF സംവിധാനങ്ങൾക്ക്, അത് ശരിയാണ്. പക്ഷെ അത് താമര വിരിഞ്ഞത് ഒരു പക്കാ BJP രാഷ്ട്രീയക്കാരനൂടി അല്ലല്ലോ, BJPയിൽ എത്തപ്പെട്ട ഒരു താരപരിവേഷമുള്ള ഒരാൾക്കാണല്ലോ എന്ന ആശ്വാസത്തിൽ കൂടി ആയിരിക്കണം ഒരു പക്ഷേ UDF LDF കക്ഷികൾ. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് എല്ലാ ഭാവുകങ്ങളും.